നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. മിക്കവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണല്ലോ ഈ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ അസിഡിറ്റി എന്നൊക്കെ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ വയർ ഒരുമാതിരി ബ്ലോട്ടിങ്, അതുപോലെ അസിഡിക് ആയിട്ടിരിക്കുക, വയർ വീർത്ത് കെട്ടിയിരിക്കുക. ശരിക്കും നമുക്ക് തോന്നും വയർ ചാടിയതാണ്, പക്ഷെ അതാവില്ല. അസിഡിറ്റിയുടെ പ്രോബ്ലം കൊണ്ടും പലർക്കും ഇങ്ങനെ ബെല്ലി ഫാറ്റ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഒരു മാറ്റവും കൂടാതെ വേറെ പല അസുഖങ്ങൾക്കും നമുക്ക് പറയാൻ പറ്റും ഇന്നൊരു കാരണമാണ്. പക്ഷേ അസിഡിറ്റിക്ക് മെയിൻ ആയിട്ട് ഫുഡ് ഹാബിറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഇതിന് മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. പലരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. മെയിനായിട്ട് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെങ്കിലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവരുടെ ഫുഡ് ഹാബിറ്റിൽ മെയിൻ ഒരു പ്രോബ്ലം വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കും. ഇങ്ങനെ കുറേ കാലം തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൂടാതെ ഇതും കൂടി എന്താ ലാസ്റ്റ് വരുന്ന അൾസറാവും. അൾസർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പിന്നീട് ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാലും ഈ അൾസർ മാറത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ അവരുടെ മെയിൻ പ്രോബ്ലം ഇത് തന്നെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ചില പേഷ്യൻസ് ഇപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ അവർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കറക്റ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, എല്ലാ സമയത്തും കഴിക്കും എന്നുള്ളത്. പക്ഷേ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ സ്കൂൾ ഗോയിങ് ടൈമിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് പിന്നീട് ഇതുപോലെയുള്ള പ്രോബ്ലംസ് കണ്ടുവരുന്നത്. ഭക്ഷണം സമയത്ത് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ കുക്ക് ചെയ്തുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക. ഇങ്ങനെയൊരു ഫുഡ് ഹാബിറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എപ്പോഴും പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുക, എപ്പോഴും ഒരുപാട് കാലറി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക, എപ്പോഴും ഓയിലി ഫുഡ് കഴിക്കുക, എപ്പോഴും സ്വീറ്റ്സ്, പേസ്ട്രീസ് തുടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുക. ഇതൊക്കെ റെഗുലർ ബേസിസിൽ, വല്ലപ്പോഴും ഇപ്പോൾ കഴിച്ചു എന്ന് വെച്ചിട്ട് പ്രോബ്ലം ഒന്നുമില്ല. റെഗുലറായിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു രോഗിയായി മാറിയേക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക. അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. കറക്റ്റായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനം തന്നെ കഴിക്കാനായിട്ട് നോക്കാം. പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടോയെന്ന് നോക്കാം. സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള വഴികൾ തേടുക. ഇതുവഴി നിങ്ങൾക്ക് ഡിസീസ് ഫ്രീ ഒരു ലൈഫ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഫുഡ് ഹാബിറ്റ് ഒന്നും നിങ്ങൾക്ക് കറക്റ്റ് അല്ല, ലാസ്റ്റായി നിങ്ങൾക്ക് അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അതും കൂടിയിട്ട് നിങ്ങൾക്ക് അൾസർ വന്നു എന്ന് വിചാരിക്കാം. അൾസറിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മെക്കാനിക്കലി, കെമിക്കലി, തേർമലി നോൺ ഇറിറ്റേറ്റിംഗ് ഡയറ്റ് ആണ് അൾസർ ഉള്ളവർക്ക് നമ്മൾ സാധാരണ പറയാറ്. അതായത് ഫൈബർ അധികം പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തണുത്തതും ഒരുപാട് ചൂടുള്ളതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കാം. അതുപോലെ സ്പൈസസ്, ഒരുപാട് സ്പൈസി ഫുഡ് ഒഴിവാക്കാം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൾസർ ക്യൂർ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഫൈബർ കുറവെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷണവും നന്നായിട്ട് വേവിച്ച് വേണം ഇവർക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിലും നന്നായി വേവിച്ച് ചോറ് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയ ഇഡലി, നൂലപ്പം ഇതൊക്കെ നല്ലതാണ് അവർക്ക് കഴിക്കാനായിട്ട്. പക്ഷേ കോക്കനട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കോക്കനറ്റിൽ ഫൈബർ ഉള്ളതുകൊണ്ട് കോക്കനട്ട് മാക്സിമം ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ബാക്കി എന്ത് ഭക്ഷണത്തിലും സ്പൈസി ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഒരുപാട് എരിവും പുളിയുമുള്ള ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. പാല് അൾസർ രോഗികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാലെപ്പോഴും ഒരു ബ്ലൻഡായിട്ട് പെടുന്നതാണ്. പാലിൽ ഓട്സ് ഇട്ട് നന്നായിട്ട് വേവിക്കുക. സാധാരണ ഞാൻ പറയാറുണ്ട് ഓട്സ് ഒരുപാട് വേവിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷെ അൾസർ ഉള്ളവർക്ക് നന്നായി വേവിച്ച് അതിൻ്റെ ഫൈബറൊക്കെ നന്നായിട്ട് ആ പാലിൽ അലിഞ്ഞു ചേർന്നിട്ട് ആ രീതിയിൽ വേണം. അങ്ങനെയുള്ള പൊറിഡ്ജ് രൂപേണയുള്ള ആഹാര സാധനങ്ങളാണ് എപ്പോഴും നല്ലത്. പൊറിഡ്ജ് എന്ന് പറയുമ്പോൾ റാഗി കൊടുക്കാം, അതുപോലെ ഓട്സ് കൊടുക്കാം. സൂചി ഗോതമ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കഞ്ഞി പോലെ ആക്കി കൊടുക്കാം. റൈസ് ഗ്രൂവൽ, പൊടിയരിയുടെ കഞ്ഞി യൂസ് ചെയ്യാവുന്നതാണ്. മില്ലറ്റ്സിൻ്റെ കഞ്ഞി യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പൊറിഡ്ജ് രൂപേണയുള്ള ആഹാര സാധനങ്ങൾ, അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതായിരിക്കും അൾസർ രോഗികൾക്ക് എപ്പോഴും ബെറ്റർ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മീൽ പ്ലാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ നന്നായി വേവിച്ച ഓട്സ് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കൊടുക്കാവുന്നതാണ്. ആവിയിൽ പുഴുങ്ങിയത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറയണം. പുട്ട് വേണ്ട, പുട്ട് ആവിയിൽ പുഴുങ്ങിയതാണ്. പക്ഷേ
ഇത്തിരി ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള ആഹാര സാധനം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി മിഡ് മോർണിംഗ് ടൈമിൽ കരിക്കുംവെള്ളം കുടിക്കാം. ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് കൊടുക്കുക. ഫൈബർ കുറവും മതിയായതുകൊണ്ട് തന്നെ ഫ്രൂട്ടായിട്ട് ഒരിക്കലും കൊടുക്കരുത്, ജ്യൂസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് സൂപ്പ് വേണമെങ്കിൽ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായി വേവിച്ച് മിക്സിയിലിട്ട് അരിച്ചെടുത്ത് ആ സൂപ്പായിട്ട് കൊടുക്കാവുന്നതാണ്. ലഞ്ചിന് സാധാരണ ചോറാണല്ലോ എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ ചോറ് അൾസർ രോഗികൾക്ക് കൊടുക്കുമ്പോൾ നന്നായി വേവിച്ചുടച്ച് ചോറ് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കഞ്ഞി കൊടുക്കാം. കഞ്ഞിയാണെങ്കിലും പൊടിയരിയുടെ കഞ്ഞി കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ സാധാരണ അരിയുടെ കഞ്ഞിയാണെങ്കിലും നന്നായി വേവിച്ച് ഉടച്ചിട്ട് എടുക്കാം. നന്നായിട്ട് അങ്ങനെ ഒരു പൊറിഡ്ജ് രൂപേണ വേണം കൊടുക്കാനായിട്ട്. സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നന്നായി വേവിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ ബോയിൽഡ് വെജിറ്റബിൾ അല്ലെങ്കിൽ മാഷ്ഡ് വെജിറ്റബിൾ, ഇങ്ങനെ വെജിറ്റബിൾസ് മാഷ് ചെയ്തും ബോയിൽ ചെയ്തും ഒക്കെ കൊടുക്കാം. പക്ഷേ സ്പൈസസ് ഒന്നും അധികം പാടില്ല കേട്ടോ. സാലഡ്സ് പാടില്ല. കുക്കുംബറൊക്കെ അരിഞ്ഞ് സാധാരണ നമ്മൾ പേഷ്യൻസിന് കൊടുക്കൂല. അങ്ങനത്തെ സാലഡ്സ് ഒന്നും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. നന്നായി കുക്ക് ചെയ്ത വെജിറ്റബിൾ, കുക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ അത്യാവശ്യം നന്നായി വെൽ കുക്ക്ഡ് ആയിരിക്കണം എന്ന് മാത്രം. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഈവനിങ് ടൈമിൽ പാലും വെള്ളം കൊടുക്കാം. ചായ കോഫിയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് കേട്ടോ എപ്പോഴും ബെറ്റർ. പാലും വെള്ളം ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് വേണമെങ്കിലും ഓട്സ് പൊറിഡ്ജ് കൊടുക്കാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇനി രാത്രി എന്താ കൊടുക്കാൻ പറ്റുന്നത്? രാത്രി ഡിന്നറിന് ഓട്സ്, റാഗി ഇങ്ങനത്തെ ആഹാര സാധനങ്ങൾ പൊറിഡ്ജ് കൊടുക്കാം. അത് പാലിൽ മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ കഞ്ഞി കൊടുക്കാം. ഇപ്പോൾ പാലില്ലെങ്കിലും, പാൽ അത്യാവശ്യം ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്ക് ഓട്സ് വെറുതെ വെള്ളത്തിൽ നന്നായി വേവിച്ച് കൊടുക്കാം. സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി കൊടുക്കാം. മില്ലറ്റ്സിൻ്റെ കഞ്ഞി കൊടുക്കാം. ഇങ്ങനെ റാഗി കൊടുക്കാം. റാഗിയുടെ കുറുക്ക് കൊടുക്കാം. ഇതുപോലെയുള്ള ആഹാര സാധനങ്ങൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അൾസർ ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ അൾസർ നന്നായിട്ട് ക്യൂറായി കിട്ടുന്നതായിരിക്കും. സ്പൈസസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇറിറ്റേഷൻ കൂടുകയുള്ളൂ. ഓക്കെ. ഫ്രൂട്ട്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ജ്യൂസ് ആക്കി കൊടുക്കാം. ഫ്രൂട്ടായിട്ട് കൊടുക്കാതിരിക്കുക. തൈര് മോരൊക്കെ നല്ലതാണ് കേട്ടോ ഇവർക്ക്. പക്ഷെ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണമെന്ന് മാത്രം. പുളിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് മോരൊക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ ലഞ്ചിൻ്റെ കൂടെ ഒരു ചെറിയ ബൗള് പുളിയില്ലാത്ത തൈര്, കട്ടത്തൈര് കൊടുക്കാവുന്നതാണ്. അത് നല്ലതായിരിക്കും. ഇപ്പോൾ ടീ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ഡലി, നൂലപ്പൊക്കെ ആണെങ്കിൽ ടീ ടൈമിൽ അതും കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഡയബറ്റീസ് ഇല്ലാത്തവരുടെ നോർമൽ ആയിട്ടുള്ള ഒരു അൾസർ രോഗികൾക്കുള്ള ഡയറ്റ് ആട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇതനുസരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അൾസർ ക്യൂർ ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasutheer@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.